നമ്മളാടാ ഫസ്റ്റ് നമുക്ക് അകത്തോട്ട് കയറാം. പൂളിന്ന് നിന്നെ പ്ലക്കിയപ്പോ നമ്മ കേട്ടിട്ട് ഇനി എന്താ കേറണമെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോടാ? നമ്പർ കൊടുക്കണം അല്ലല്ലോ? 16 hours live ആണ്. 16 മണിക്കൂർ ലൈവ് ആണോ അവൻ? അവിടുത്തെ നമ്മളാണ് ലൊക്കേഷൻ ഉണ്ട്. എങ്ങനെയായിരുന്നു? അവരായിരുന്നു? ഒരു പിടുത്തം ഇല്ലല്ലോ. ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? എടാ അവന്മാർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേടാ. എത്രാന്ന് പറഞ്ഞാടാ ഗ്യാങ്ങിൽ കളിക്കാൻ ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിക്കുന്നത് എത്രാന്ന് പറഞ്ഞിട്ടാ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിട്ടാ ഓരോരുത്തർ ഓരോന്നും ചെയ്യുന്നത്. മനസ്സിലായി. ചിലപ്പം അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവര് വേറെ കാര്യങ്ങളായിട്ട് മൂവ് ചെയ്യേണ്ടത്. എത്ര നാളെന്ന് പറഞ്ഞാടാ അവരെങ്ങനെ നിൽക്കുന്നത്. ലൊക്കേഷൻ ചോദിച്ചു നോക്കടാ. ജസ്റ്റ് ഇവിടെ ലൈവ് നോക്ക്. ഇല്ല ഇല്ല ഇല്ല, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ ഇട്ടാ പോരെ, നമ്മളെ അല്ലേ അടിക്കണ്ടേ? നിന്റെ തന്തയാണല്ലോ കളിക്കുന്നതാണ്. ഇത് വരത്തില്ല. പുള്ളി ജിമ്മ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ടാ, ഫിറ്റ്നസ് ഒക്കെ നോക്കി. പുള്ളിക്ക് ഗെയിം ഒന്നുമില്ല. പുള്ളിക്ക് വീഡിയോ കോൾ പോലും ചെയ്യൂല എന്നെ വാട്സപ്പില്. നാളെ GTA ഒന്നും ഇഷ്ടമല്ല പുള്ളിക്ക്. എണ്ണം കളിക്കുന്നില്ല. ഇന്ന് ഞാൻ കളിക്കുന്നില്ല. ക്രിസ്പി ഡയസ് ഗോട്ട് ബാൻ. എടാ അത് ആ ഡയസ് അല്ലടാ, നമ്മുടെ ഡയസ് അല്ലടാ, അത് വേറെ ഡയസ് ആടാ. ചിൽ മാടി. ഗ്യാങ് ഫണ്ട് 14-ാം തീയതിയാ. 14 നമ്മൾ പറഞ്ഞ ഡേറ്റ്. 14 13 ഞാൻ പുതിയ തോക്കെടുത്തിട്ടേ 14-ാം തീയതി കോച്ചിന്റെ ഒരു മീറ്റപ്പ് ഉണ്ട്. കോച്ച് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോച്ച് വിചാരിച്ചിട്ടുണ്ടല്ലോ, കോച്ച് മറ്റേ സ്ഥിരം എല്ലാരും പറയല്ലേ എല്ലാരും വാങ്ങോ എന്ന് പറഞ്ഞ് കോച്ച് വിളിച്ച്. കോച്ച് വിചാരിച്ച് 5 പേരെ വരുള്ളൂ എന്ന് വിചാരിച്ച് TV-യിൽ 25 പേര് ലിസ്റ്റ് ഇട്ട് പുള്ളി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഇപ്പൊ ലോണൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ആള്. വിട്ട് പ്രതീക്ഷയിൽ ഇത്രയും പേര് വരുമെന്ന്. പിള്ളേർ എവിടെയെങ്കിലും പോകാൻ നോക്കിയിരിക്കുവായിരുന്നു ചെന്നൈയിലോട്ട്. കോച്ച് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ മറ്റേ പൂളൊക്കെ എടുത്തിടാൻ. അത് കണ്ടിട്ടാണ് പിള്ളേർ കൂടിയത്. ഇനിയിപ്പോ പോറ്റിക്ക് വേറൊന്നും ചെയ്യാനില്ല. 3 ദിവസം പോറ്റണം, അതാണ്. അതെ 3 ദിവസം നിങ്ങൾ സിറ്റിയിലില്ല. ഞാനിവിടെ ദേവൂട്ടന്റെ കൂടെ പാപ്പം തിന്നാൻ കൈവിട്ട് മറ്റേ പാട്ടൊക്കെ കേട്ടിരിക്കാം. ദേവൂട്ടന് വാറ് കളിക്കാൻ വേണ്ടി ചെറുക്കം 3 മിനിറ്റ് എടുത്തെന്ന് പറയുന്നത്. ഞാൻ എന്റെ PO ഉണ്ട്, ഞാനാ കളിച്ചത് കേട്ടോ, മനസ്സിലായ? നീ അവിടെ സംസാരിച്ചിട്ട് മരുന്നാ കേട്ടത്. ആര് കീബോർഡ് മൗസ് പിടിച്ചത് തെരിയില്ല. ടിവിയിലെ ഏറ്റവും OG പ്ലെയർ ആണ്. ടിവിയിലെ ഏറ്റവും OG പ്ലെയർ പരുന്ത് ദിവസമാണ്. സൂപ്പർ. അതെ. പിന്നെ നീ സ്കൈഡാസ് എന്ന് പറയാൻ ഞാൻ തീട്ടവേ. സ്കൈ പറയുന്ന അടുത്ത റിക്രൂട്ട്മെന്റ് സ്കൈ ആണെന്ന് പറയുന്നത്. പിന്നെ ഇവർ വന്നിട്ട് സിറ്റിയിൽ ഇറങ്ങ പോறாராம் ஸ்கை. அப்புறம் இறங்குனதுக்கு அப்புறம் இந்த வாசு எவட அவன சுடதா போறாராம் வந்து ஃபர்ஸ்ட் டைரக்டா. டைரக்ட் എന്ന് കൊല്ല. സിറ്റുവേഷൻ നേരെ ഒക്കത്തെ ചെറിയല്ലേ നാണേ சொல்லிட்டேன். 3 ദിവസം കപ്പിളാർത്തി നീലൻ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കും. TV ലൊക്കേഷൻ കരടി സാബു ചോദിക്കുന്ന അപ്പൊ മീറ്റപ്പ് കഴിഞ്ഞിട്ടാണോ ഗ്യാങ് വെക്കുന്നത്? ഇവരുടെ മീറ്റപ്പ് കഴിഞ്ഞു. എന്തായാലും ഒരാഴ്ച എടുക്കും ബ്രോ, ഒരാഴ്ച എടുക്കും. അവന് സിനിമാറ്റിക്സ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള പരിപാടി അല്ല ഗൈസ്. അണ്ണ എന്നോട് 2 വീഡിയോ ഒരുമിച്ച് ഇറക്കാനൊക്കെ ഓരോരുത്തർ പറയുന്നത്. അതെ അതേ ഒരിക്കലും നിന്നോട് പറയില്ല. നീ ഒരെണ്ണം ഇറക്കിയിട്ട് 2ാമത്തെ ഇറക്കിയാ മതി പയ്യ മതി. അവിടെ നിന്നോട്ടോ, അവർ ഈ വഴി വരുവാണെങ്കിലേ ടാറടിച്ചും കുട്ടിച്ചു. ആരൊക്കെയാ പോകുന്നത്? ഇവന്മാർ കുറച്ചുപേര് അധികം പേര് പോകുന്നുണ്ട് ബ്രോ. എന്റെ വീട്ടിൽ ഇതുവരെ ഒരു മെയ്ഡ് സെറ്റ് ആയില്ല. ഞാൻ ഏജൻസിയിൽ കൊടുത്തിട്ടേ ഉള്ളു. അപ്പം ഇനിയിപ്പോ ഇലക്ഷൻ ഇന്ന് ആക്ച്വലി വരായിരുന്ന ഞായറാഴ്ച. അപ്പൊ ഇനിയിപ്പോ ഇലക്ഷനോടെ കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. എല്ലാവരും സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്യണ്ടേ. അപ്പൊ മെയ്ഡ് സെറ്റ് ആകാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇവരെ വൈഫിനെയും കുഞ്ഞിനെയും ഏൽപ്പിച്ചിട്ട് പോകാൻ ആരും ഇല്ല ഇവിടെ, മനസ്സിലായോ? അതാ പ്രശ്നം.
ഫാമിലിയെ കൂട്ടി പോകും. അല്ലടാ ഇപ്പം ദേവൂട്ടനെ കൊണ്ട് ഇപ്പൊ ട്രാവൽ ചെയ്താൽ അവൻ കുറച്ച് വാശിയും ദേഷ്യവും ഒക്കെയാ. അവന് ഇപ്പൊ ട്രാവൽ ചെയ്താൽ ശരിയാവില്ല. അത് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നല്ല ഓർമ്മയുണ്ട് കയ്യിലെ മാന്തി വെച്ച്. അല്ലെങ്കിൽ വീട്ടില് വേറെ നിങ്ങക്ക് പറയാൻ എളുപ്പമോ വീട്ടിൽ പറഞ്ഞു വിടാനൊക്കെ? നീ പെണ്ണ് കെട്ടി നോക്കണ നീയൊക്കെ പെണ്ണ് കെട്ടി നോക്ക്. ജീവൻ വേറെ രക്ഷയോട്ട് ഓടിക്കോ. വേറൊന്നും ഞാൻ പറയാനില്ല. ഒരു ഫാൻ വരും ബാക്കി കൂടെ. ഇപ്പൊ ചേച്ചി ഇപ്പൊ വരും. വന്ദേ ഭാരത് കയറ്റിവിടുന്നത് അത് നടക്കുള്ളൂ കേട്ടോ. മാർക്കറാ കണ്ട് ടയറടിച്ച് പിടിക്കണം, ടയറടിച്ചങ്ങ് പൊട്ടിക്കണം. ടയറടിച്ചാ കൊള്ളുന്നുണ്ടോ? ടയറടിച്ച് പൊട്ടിച്ചാ? വാ 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 വാ. കുഴപ്പമില്ല, വരി വരി വരി. ഒന്ന് വരി, ഒന്ന് വരി. അവിടെ കുറെ ഒറ്റയ്ക്ക് പോലെടാ, ഒറ്റയ്ക്ക് പോലെ. വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട്, മറിയാൻ ചാൻസ്. നമ്മുടെ വണ്ടി മറിയുന്നല്ലോ. ഏജൻസിന്ന് ഒരു മെയ്ഡിനെ ഇതാക്കിയായിരുന്നു. നോക്കി നോക്കട്ടെ. ഓക്കെ, ചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. എവിടെ മാർക്കറ്റ് അത് മാർക്കറ്റ്. എല്ലാരും കൂടി അത് തളങ്ങല മാർക്കറ്റ് കണ്ടുകൂടാ. നിന്റെ മാർക്കറ്റ് കൂടാ. എനിക്ക് കണ്ടുകൂടാ. എടാ മാർക്കുള്ളവർ പോ മാർക്കുള്ളവർ പോ. അടിച്ചോ, ആ റിഡ്ജസ് എടുത്ത് അടിച്ചോ, റിഡ്ജ് എടുത്ത് അടിച്ചോ. ഇറങ്ങി എല്ലാരും ഓൺ ഫുട്ട് ഇറങ്ങിക്കോടാ. അത് വൺ വേ ഉണ്ടാ ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചോ. ബാക്കിൽ വരുന്നുണ്ടേ. ഇവനടി അവൻ അടിച്ചത് ഇതാക്കി കൊടുത്തോണ്ടോ? അവര് ഓടുവാണോ? എന്താ നമ്മുടെ കത്തി ഡീമൻ. എടാ ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേക്ക് ഈ ഏരിയ കണ്ടാ നമുക്ക് ആ റിഡ്ജ് എടുക്കാം. അവര് നിൽക്കുന്ന സ്ഥലം കണ്ടാ ആ ഏരിയ നിക്കണം. അതാ പുഷ് അതാ പറഞ്ഞത്. നമുക്ക് ഒരു നല്ല സ്ഥലം വേണം. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ പുഷ് ഇവിടെ ഉള്ളവനെ അങ്ങ് അടിച്ചോ. അതെ ഇവിടെ അടിച്ചോ. ഞങ്ങൾ ഇവിടെ ഓൺ ഫുട്ട് കുത്തി. ബാബാ ഇവിടെ ഓൺ ഫുട്ട് ഇറങ്ങി. ഈ മല കുത്തിയടി മല ബാബാ. എല്ലാരും ഇറങ്ങി അടിയടാ. വെള്ളത്തിൽ വണ്ടി വരുമെന്ന് തോന്നുന്നു. അടിച്ചടി ഡബ്ല്യു അടിച്ചടി. ലെഫ്റ്റിലോട്ട് കറങ്ങി വാ. നീ മാർക്ക് നോക്കി വാ. മൈൻഡ് എടാ ഡബിൾ കോള് പറയല്ലേ. അത് ലെഫ്റ്റ് കുത്താ ഞാൻ പറഞ്ഞേക്ക്. ഇങ്ങോട്ട് കുത്ത് ബാബാ ഇങ്ങോട്ട്. എടാ ഫ്രണ്ടിലോട്ട് ഞാൻ വരുന്നിടത്തോട്ട് വാ. ഇവനെ കുത്തിയടി. ഇവൻ ഈ മല സെക്കൻഡ് പോകുന്നിടത്ത് വാ. ബാബാ ഇവിടെ ബുഷിക്കാണേ. ഒന്ന് വെയിറ്റ്. ഈ ബുഷിലെടുത്താൻ കാണും. നോക്ക് ഒന്ന് കോള് വെയിറ്റ്. ഒന്ന് വെയിറ്റ് ഇടാ. 1 2 3 4 5 6 7 8 തിരിച്ച് വണ്ടി കയറി. അത് കുഴപ്പമില്ല. തിരിച്ച് വണ്ടി കയറി. ഈ റിഡ്ജ് എടുത്തിട്ട് അവനെ അങ്ങ് അടിച്ചുവിട്. നിങ്ങൾ കുത്തുവാണ് ഓൺ ഫുട്ട് പറ. നല്ല കോളടാ. അവിടെ കോൾ ഡൈവേർട്ട് മാർക്ക് നോക്ക്. അടി സാറിന്റെ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ
ആ കുത്തണ അടിയടാ അവനെ കുത്തിയടി അടിച്ചങ്ങ് കൊല്ലടാ, അടിച്ചങ്ങ് കൊല്ല്. ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ ലോബിയാണ്, അടിച്ചു കൊടു, ഒടിച്ചു വിടറാ, മനസ്സിലായോ? അവനെ ഓടിച്ച് വേറെ ഇടിച്ചല്ലോ. ലോബിയാ. നിന്റെയൊക്കെ ഇന്നത്തെ ലൈവ് ഇടുന്നതിന് മുമ്പത്തെ നിന്റെയൊക്കെ കോൺഫിഡൻസ് നിന്റെയൊക്കെ അവന്മാർ എവിടെ കുത്തുന്നത് നമ്മൾ തീരുമാനിക്കും. നിന്റെയൊക്കെ കോൺഫിഡൻസ്. എടാ എന്നെ കൂടെ ഇടിയടാ അവനെ ഓടിച്ചിട്ട് ഇടിക്കണം. ഇടിച്ചു കൊല്ല്. അയ്യോ എന്റെ പൊന്നെ, ഇടിക്കില്ലേ എന്റെ കുട്ടി, ജ്യൂസ് കുടിച്ചാലോ നമുക്ക്, ഇത്തിരി ജ്യൂസ്. അയ്യോ അടിക്കലോ മക്കളെ, എന്റെ പാവങ്ങളെ. അയ്യോ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ്. ഇവന്മാരുടെ ഒക്കെ കഴപ്പ് ചില്ലറ അല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. ഇവന്മാരുടെ കഴ കുറച്ച് ദിവസമായിട്ട് ഇത് ചെറുതൊന്നും അല്ലായിരുന്നേ. 15 പേരെ അലവാണ്, ഒരാൾ ഒരു മിനിറ്റില്ലേ നമ്മുടെ അവന്റെയൊക്കെ ലോബി ഇത് പറയാണ്. അവന്റെയൊക്കെ ഇന്നത്തെ ഇത് കാണണമായിരുന്നു. കോൺഫിഡൻസ് ഇല്ല. ഇത് തുടങ്ങുന്നതിന് മുമ്പ്, വാർ തുടങ്ങുന്നതിന് മുമ്പ് അവന്റെയൊക്കെ സമയത്തിന് നമ്മൾ നോക്കിയിരിക്കണം. ഇരി അവിടെ നിന്ന് നീ കുറച്ചു നേരം കര. ഇവന്മാരെ കുറച്ച് ദിവസമായി അന്ന് തൊട്ട് ഞാനിത് റീബിൽഡ് ചെയ്തതിനു ശേഷം മനസ്സിൽ ആദ്യം വിചാരിച്ചിരുന്ന സാധനമാണ് ഇവന്മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എടാ അറിയില്ല ഒരു എടുക്കാൻ